കോഴിയെ വളർത്തി ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം കണ്ടെത്തുന്നുണ്ട് എന്ന് പറയുമ്പം ചിലർക്കൊക്കെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കൂട്ടിൽ നിൽക്കുന്നില്ല. ഇന്നത്തെ വരുമാനാട്ടോ. ഇന്ന് ഞാന് ഇപ്പൊ ഒരാള് വന്നു 3 കോഴീനെ വിറ്റു. കണ്ടില്ല? ഇല്ല, പണിക്ക് വരാ. ആ വരക്ക് തന്നെ. നമ്പർ ഇല്ലല്ലേ എന്റെ? നമ്പർ ഇല്ല, വിളിച്ചു വെക്കാൻ അറിയില്ലല്ലോ. ഞാൻ വെറുതെ ഇങ്ങനെ അടക്കല്ലേ മുമ്പല്ലേ വന്നു നോക്കാൻ. ഇത് കൊടുക്കാനുള്ള മക്കളാട്ടോ. എന്താ വേണ്ട വേണ്ട. ഞാൻ തന്നേക്കാ തീർന്നു. അതിന്റെ വേറെ ആളുള്ളു. പെടയല്ലേ എന്റെ പൂവനോ? ഈ ചേട്ടൻ 2 വർഷത്തിൻ്റെ മുകളിലായിട്ട് എൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് സ്ഥിരം കോഴീനെ വാങ്ങാറ്. പുള്ളിക്കൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. കോഴി നല്ല സുന്ദരിയായിരിക്കണം, നല്ല ഭംഗി ഉണ്ടാവണം കാണാൻ, നന്നായിട്ട് തൂവലൊക്കെ വേണം, അതുപോലെ അതിൻ്റെ വാല് നല്ല വിശറി പോലെ വേണം കേട്ടോ. അങ്ങനത്തെ കോഴികളെയാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാറ്. പുള്ളിക്ക് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, വീട്ടാവശ്യത്തിന് വളർത്താൻ വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ അടുത്ത് കുറച്ച് കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് ഇതിൻ്റെ മുന്നേ കൊണ്ടുപോയതൊക്കെ എന്തേന്ന് ഞാൻ ചോദിച്ചിരുന്നു. കുറച്ചൊക്കെ എന്താ അസുഖം വന്ന് ചത്തുപോയി, പിന്നെ പട്ടി കീരി അതൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നോമ്പായതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ കോഴീനെ വാങ്ങാൻ. ഓ, ഇത് ഇവര് ഒരുമിച്ചല്ലേ? നിങ്ങള് തീറ്റ കൊടുക്കല്ലേ? എല്ലാം കൊടുക്കാം. അത് വേഗം വളരും. എല്ലാം കൊടുക്കാം. കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഭക്ഷണം കൊടുത്ത 2 മാസം കൊണ്ടെല്ലാം ശേഷം വെള്ളം കൊടുക്കും. ഇതിലും വലുതാവണ്ടേ? വലുതുണ്ടായി. പറ്റോ? പെട്ടണ്ടേ? ഇതിങ്ങനെ കാലി പിടിച്ചു. പൂവനും മതിയോ? ഒന്ന് മതി, ഒരു കോഴി മതിയോ? മറ്റേ നാളെ കൊണ്ടുപോയൊക്കെയോ? അതെ, എന്തോ ഒരു സ്വാധീനമില്ലാത്ത മാതിരി പെട്ടെന്ന് ഭക്ഷണം കഴിക്കാണ്ട് വിഷയത്തിനെന്തോ ആളുണ്ട്. ഈ മാച്ചായിട്ട് 2 പെടേനെയും കൊണ്ടോ? നല്ല ഇതായിട്ടാ. ഈ ചേട്ടന് ഒരു പൂവൻകോഴിയും 2 പെടക്കോഴിയാണ് വേണ്ടത്. പൂവൻകോഴീനെ ഞാൻ ഒന്നിനെ ആദ്യം പിടിച്ചു കൊടുത്തു. ആ ഒരു സമയത്ത് അതിന് കുറച്ചൊരു വെയിറ്റ് കുറവാണ്, കുറച്ചും കൂടി ഒരു വലിപ്പമുള്ള പൂവൻകോഴീനെ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ചിറകും വാലുമൊക്കെ വേണമെന്ന് പറഞ്ഞു. ഈ ഒരു പൂവൻകോഴി ഒരു മാസം 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കൂവി തുടങ്ങും കേട്ടോ. ഏകദേശം നമ്മളൊരു പിടിക്കോഴി ആ ഒരു പാകത്തിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 2 പെടക്കോഴീനെയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളൊരു കാര്യം, കൂടെ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. കണ്ടോ,
ഇപ്പം ആ ഒരു ചേട്ടന് എനിക്ക് അവിടുന്ന് പറഞ്ഞു തരിക കേട്ടോ ഏത് കോഴീനെയാണ് പിടിക്കേണ്ടതെന്നുള്ളത്. അതായത് എൻ്റെ അടുത്ത് ആര് കോഴിക്ക് വന്നാലും അവർ പറയുന്ന കോഴീനെയാണ് കേട്ടോ ഞാൻ പിടിച്ചു കൊടുക്കാറ്. ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കോഴീനെ പിടിച്ചു കൊടുക്കാറേ ഇല്ല. എന്നാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ കേട്ടോ. വാങ്ങുന്ന അവർക്കും കൊടുക്കുന്ന നമുക്കൊരു തൃപ്തി കിട്ടണമെങ്കിൽ അവർ പറയുന്ന ആ ഒരു കോഴീനെ തന്നെ നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അവർ പോയിട്ട് അയ്യോ എനിക്ക് അതിനെല്ലാം കിട്ടിയത് അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും വരും കേട്ടോ. എനിക്ക് അത് അനുഭവത്തിലുണ്ട്. കാരണം ഞാൻ കോഴീനെ വളർത്തുന്ന സമയത്ത് ഞാനൊരു സ്ഥലത്ത് പോയി കോഴീനെ വാങ്ങിയിട്ട് അവരെന്നെ പറ്റിച്ചതാണ്. എനിക്ക് ഒട്ടും ജീവില്ലാത്ത ഒരു ഈർക്കിൽ പോലത്തെ ഒരു കോഴീനെ അവർ വാങ്ങി തന്നു. പക്ഷേ എനിക്ക് ഒട്ടും മനസ്സുകൊണ്ട് ഒട്ടും തൃപ്തിയല്ലായിരുന്നു. ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ആ കോഴി ചത്തും പോയി. അപ്പോൾ അതൊക്കെ എനിക്ക് വന്നൊരു അനുഭവമാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഏത് കസ്റ്റമേഴ്സ് കോഴിക്ക് വന്നാലും ഞാൻ അവർ പറയുന്ന കോഴി ഏതാണോ അത് അവർക്ക് കൊടുക്കും കേട്ടോ. ഇനി അഥവാ അവർ സെലക്ട് ചെയ്ത കോഴി എന്തെങ്കിലും പ്രശ്നമുള്ളതാണെങ്കിൽ ഞാൻ അവരോട് അത് പറയുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല അവർ വാങ്ങാൻ വരുന്ന സമയത്ത് നമ്മളുടെ കോഴികൾക്ക് കുരുപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഓൾറെഡി അവരോട് പറയും ഇപ്പോൾ നിങ്ങൾ കോഴീനെ എടുക്കണ്ട, കോഴിക്ക് അസുഖങ്ങളുണ്ട് അപ്പോൾ മറ്റതിനൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. ഇതേതാ? ഇതേതാ കണ്ടു? ഇതില്ലാതെ ചിലപ്പോ പൊട്ടിച്ചാവും. ഇതുവരെ ഒരുമിച്ചുണ്ടായിട്ടാ. ഇവരെ ഒരുമിച്ചുള്ള മക്കളെ കൊണ്ട് അതുകൊണ്ട് പ്രശ്നമാണ്. മറ്റൊരു കാണുമ്പോ മറ്റവര് കാണുന്നവര് ശരിയാണ്. ഇല്ല, ഒന്നുമില്ല. ഏത് ഇതാണോ? എനിക്ക് കുറിപ്പാണോ? ഇല്ല, ഏ ഈ കുഴപ്പമില്ലാതെ കൊണ്ടുപോയിട്ട് ആ ഒരു വേഷനത്തെ പൊട്ടിച്ചാണ്. അന്നാകുമ്പോ മുറിവുള്ളവർ എന്ത് ചെയ്യാന്നാണോ, വേറെ കൂട്ടിലില്ല. വേറെ കൂട്ടിലിട്ടിട്ട് ആ മുറിവിന്റെ മുകളിൽ കുറച്ച് മഞ്ഞൾ തേച്ചെടുക്കുക. വരിക. അപ്പം പിന്നെ അതിന് മാത്രം ആ ഒരു അവിടെ വരുന്ന ഒന്നിനെ കുടല് കൊണ്ടുപോയിട്ട് ഇവര് നെയ്യ് ഇറച്ചി കണ്ടാല് അവര് കൊത്തി തിന്നാം. അപ്പൊ അതിന് മാത്രം വേറെ കൂടില്ല. വേറെ ഇല്ലല്ലോ എല്ലാം വന്ന് അപ്പൊ ഓരോ പണി എടുക്കൂലേ. അതാ ഞാൻ പറഞ്ഞത് നമുക്ക് അറിഞ്ഞാ പറഞ്ഞത്. നീ വേറെ വേറെ കട്ടണോ? അറിഞ്ഞല്ലേ നല്ല ആളേക്ക് വരാ. എന്താളെ ഇല്ല, വേറെ വേറെ ഇല്ല. പിന്നെ അതേ എണ്ണക്കോഴിക്ക് അപ്പൊ ഓള് നോക്കുന്നില്ല. എന്താ പ്രാവശ്യം നോക്കുന്നില്ലാർന്നാ വേറെ ഓരോട് കൂട്ടിൽ നിൽക്കുന്നില്ല. അപ്പൊ ഞാനൊരു 4 ദിവസം ഇല്ലാത്തതിനെ കൊണ്ട് 4 ദിവസം ബൾബിട്ടെടുത്തു. തള്ളനതിലേക്ക് അല്ല, തള്ള ഇന്നെന്തോ പോയി. തള്ള വരും കേട്ടോ. ഈ കൂടിന്റെ മുകളിൽ വന്ന് നിൽക്കും. അടിപൊളിയൊക്കെ ഇറങ്ങിയിട്ട് കൂടിന്റെ മുകളിൽ വന്ന് നിൽക്കും.
എന്ത് പിന്നെ? അതാവുമ്പോ നിങ്ങൾക്ക് തിന്നേം ഉണ്ട് തലയും പോകാൻ ആരുണ്ടേ പറയുന്നുണ്ട്. ഇത് നല്ല മക്കളാ ഇന്ന് നടന്ന് അഞ്ചിയാണോ അവരുണ്ടോ കൈ വേണം കഴിക്കോളൂ. അത് 900. ഇന്നത്തെ വരുമാനാട്ടോ. ഇന്ന് ഞാന് ഇപ്പൊ ഒരാള് വന്നു 3 കോഴീനെ വിറ്റു. കണ്ടില്ല, നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇന്നത്തെ വരുമാനാണ് കേട്ടോ. കോഴിയെ വളർത്തി ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം കണ്ടെത്തുന്നുണ്ട് എന്ന് പറയുമ്പം ചിലർക്കൊക്കെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. നമ്മൾ നന്നായിട്ട് ശ്രമിച്ചാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ അടുത്ത് കോഴീനെ വാങ്ങാൻ വേണ്ടി വന്നപ്പം ഞാൻ അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. നമ്മൾ വീട്ടമ്മമാരാണ് എന്ന് വെച്ച് വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് വീട്ടിലിരിക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, അല്ലേ? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും അതിലൂടെ ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ നന്നായിട്ട് ശ്രമിക്കണം, അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലേ നമുക്കതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. വരുമാനം വേണം എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരുന്നാൽ നമുക്കൊന്നും കിട്ടില്ല. ആത്മവിശ്വാസത്തോടെയും പരിശ്രമത്തോടെയും തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും.